ജീവിക്കുന്നത് ഓരോ വർഷവും 30 30,000 3 ലക്ഷം പെൺ ഭ്രൂണഹത്യ നടക്കുന്നുണ്ട്. ഗർഭത്തിലുള്ള പെൺകുട്ടി, ഗർഭത്തിലുള്ള ഭ്രൂണം പെണ്ണിന്റെ ഭ്രൂണമായതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടി തന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമാകുമോ എന്ന് പേടിച്ചിട്ട് ഭ്രൂണഹത്യ നടത്തുകയാണ്. ഏറ്റവും പുതിയ കണക്കാണ് എന്റെ സഹോദരായത്. അതായത് സ്ത്രീ പെൺകുട്ടികൾ തന്റെ ജീവിതത്തിന് അപമാനമാകുമോ എന്ന് ആധുനിക ലോകത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരുന്നില്ലേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും പെണ്ണ് ജനിച്ചു വീടുന്നത് അപമാനമായി അവർ കരുതിയിരുന്ന കാലഘട്ടമാണല്ലോ. അത് തന്നെയല്ലേ ഇന്നും ആ അവസ്ഥയിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ബാംഗ്ലൂരിന്റെയും തിരുവനന്തപുരത്തിന്റെയും അതേപോലെ എറണാകുളത്തെയും കണ്ണൂരിലെയും കാസർകോട്ടെയും ഹോസ്പിറ്റലുകൾക്ക് പിന്നിലുള്ള ചവറ്റുകൊട്ടയിലേക്ക് നമ്മെപ്പോലെ മനുഷ്യരായി ജനിക്കേണ്ട, നമ്മളെപ്പോലെ ജീവിതമുണ്ടാകേണ്ട പാവപ്പെട്ട പിഞ്ചുകുട്ടികളുടെ ഭ്രൂണം വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയില്ലാതെയാക്കണോ? വിവാഹത്തിലെ സാമ്പത്തികമായ ഭാരം നമ്മൾ ഇറക്കി വെച്ചേ മതിയാവൂ. ഇന്നും പിതാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പെൺകുട്ടികളുടെ പിതാക്കളാ കരയുന്നത്. എന്തേ കാര്യം? എനിക്ക് 5 പെൺമക്കളായി പോയി. ആര് കൊടുത്തതാ? റബ്ബ് കൊടുത്തതല്ലേ. ആരുണ്ടാക്കി തീർത്തതായി കട്ടപ്പാട്? നമ്മളതുകൊണ്ട് ചെറുപ്പക്കാർ ഉണരേണ്ടതാണ്. അങ്ങനെ ഒരു മാതൃക ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി എവിടെയും നമ്മൾ കാണുന്നില്ലല്ലോ. എന്തിനേറെ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട 2 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തത് 2 രീതിയിലുള്ള ആളുകൾക്കായിരുന്നല്ലോ. ഒന്നാരാ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹിന്റെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഒന്ന് റുഖയ്യയാണ് റളിയല്ലാഹു അൻഹാ. റുഖയ്യ വഫാത്തായപ്പോൾ ഉമ്മു കുൽതൂമിനെയും വിവാഹം കഴിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? സമ്പന്നനാണല്ലോ. സമ്പത്ത് വിശുദ്ധ ഇസ്ലാമിന് അങ്ങ് കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയ ആളാണല്ലോ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. ഓരോ പ്രവാചകനും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 2 മകളെയും വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ 2 മക്കൾക്കും മഹർ വാങ്ങി എന്നല്ലാതെ ഒരു തുണ്ട് കാശ് പോലും റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതിന് തെളിവില്ല. അപ്പൊ പറയാം റസൂലുള്ളാഹി പാവപ്പെട്ട ആളായതുകൊണ്ട്. എവിടെ പാവപ്പെട്ടയാൾ? റസൂലുള്ളാഹി അറേബ്യയുടെ അധിപനായിരുന്നില്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ധനാഢ്യന്മാർ ഇട്ട പോലെ ഉണ്ടല്ലോ. റസൂലുള്ളാഹി അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ നബിയുടെ വീട് നിറയെ സമ്പത്തിന്റെ കൂമ്പാരം കൊണ്ടുവന്ന് വീട്ടാനും കഴിയുന്നവരായിരുന്നില്ലേ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ? ആലോചിച്ചു നോക്കണ്ട സഹോദര. ഒരു മകൾക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ്, അല്ലെങ്കിൽ ഒരു പുതിയാപ്പിളക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് ഉറപ്പിക കൊടുത്ത ചരിത്രമില്ല, വാങ്ങിയിട്ടുമില്ല. വിവാഹത്തോടെ ബന്ധമായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു 2ാമത്തെ ആള് അലിയാണല്ലോ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വിവാഹം ചെയ്തു കൊടുത്തതാരാ? ലഖതേജിഗറെ മുസ്തഫ. റസൂലുള്ളാഹിന്റെ കരളിന്റെ ഘട്ടത്തെയാണ് റസൂലുള്ളാഹി വിവാഹം ചെയ്തു കൊടുത്തത്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവിയെ. അലിയാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാവപ്പെട്ടവനാണ്. പുല്ലെറിഞ്ഞുകൊണ്ട് ഉപജീവനം നടത്തുന്ന അലിയാണ്. അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ ദത്തെടുത്തു കൊണ്ടുവന്നതാണ്. എന്തേ? അബൂ താലിബിന്റെ വീട് ദാരിദ്ര്യം നിറഞ്ഞ വീടായതുകൊണ്ട് ഈ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സംരക്ഷണത്തിനാ ഉള്ളത്. വിവാഹം ചെയ്തു കൊടുക്കാനുള്ള കൽപ്പന വന്നപ്പോൾ റസൂലുള്ളാഹി അലിയെ വിളിച്ചു. സ്വഹാബത്ത് മുഖേന അറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞപാടെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മകളെ വിവാഹം കഴിക്കാൻ എന്റെ കയ്യിൽ സ്വത്തില്ലല്ലോ, മഹർ കൊടുക്കാൻ പണമില്ലല്ലോ. ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അലിയോട് ചോദിച്ചു, അലിയെ നിന്റെ കയ്യിലുള്ളത് എന്താ? ഞാൻ തരാമെന്നല്ല പറഞ്ഞത്. സത്യത്തിൽ അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ റസൂലുള്ളാഹിന്റെ
സംരക്ഷണത്തിലുള്ള ആളാണ് താനും. ഞാൻ തരാം അലിയെ എന്നല്ല പറഞ്ഞത്. ചെറുപ്പക്കാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ആര്? ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി. ദുരാചാരത്തിനെതിരെയുള്ള അതിശക്തമായ കൊടുങ്കാറ്റുകളാവണം നമ്മൾ. റസൂലുള്ളാഹിന്റെ കീഴിലുള്ള അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ള പണം കൊടുത്താൽ തന്നെ അത് ഉപ്പ ചെലവാക്കട്ടെ പകരമെന്നല്ലേ ലോകം മനസ്സിലാക്കൂ. എന്തോ എന്നറിയില്ല, അള്ളാഹുവിന്റെ ഹബീബ് അലിയോട് ചോദിക്കുകയാണ്, അലിയെ നിന്റെ കയ്യിലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ തരാമെന്നല്ല, ഞാൻ ഇന്ന ആളോട് വാങ്ങിയിട്ട് തരാമെന്നല്ല, എന്റെ വക സ്ത്രീധനമാകട്ടെ എന്നല്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഒന്നുമില്ല അലിയെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് സാധനമേ എന്റെ കയ്യിലുള്ളൂ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഒന്ന് ദുൽഫുഖാർ എന്ന വാളാണ്, മറ്റൊന്ന് കുതിരയാൻ നബിയെ, മറ്റൊന്ന് പരിചയാൻ റസൂൽ. ഇത് മൂന്നും എനിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് താനും. ശത്രുക്കൾ പാഞ്ഞെടുക്കുമ്പോൾ അവരോട് പ്രതിരോധിക്കാൻ ആവശ്യമാണ് താനും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കൂ നിങ്ങൾ, യുദ്ധത്തിന് ആവശ്യമാണിത്. മദീന എപ്പോഴും ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബദർ കഴിഞ്ഞതാണല്ലോ, ബദറിൽ അവർ തോറ്റോടിയതാണ്. ഇത് മൂന്നും അനിവാര്യമായ ഒരു ഘട്ടമാണ്. റസൂലുള്ളാഹി അപ്പോൾ അലിയോട് പറഞ്ഞത്, എന്നാൽ എന്റെ മകൾക്ക് കൊടുക്കാനുള്ള മഹറിനും കല്യാണത്തിനുള്ള പണം ഞാൻ തരാമെന്നല്ല. അലിയേ, വാള് വിൽക്കണ്ട അലി അവിടെ നിന്നോട്ടെ, വാള് യുദ്ധത്തിന് ആവശ്യമാണ്. ഒട്ടകത്തെ വിൽക്കണ്ട അലി, അതും യുദ്ധത്തിന് ആവശ്യമാണ്. അലിയേ, നിങ്ങളുടെ പരിച താൽക്കാലികമായി വിൽക്കുക അലിയേ. സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനാകെ ഭൂമുഖത്തുള്ളത് ഒരു തുണ്ട് ഭൂമി പോലുമില്ല, ഈ മൂന്ന് വസ്തു മാത്രമാണ്. അലിയേ, നിങ്ങൾ ആ പരിച വിൽക്കുക അലിയേ. അലി റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു ആ പരിച വിറ്റു. വിൽക്കാൻ സഹായിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ പണം കൊടുത്തിട്ട് ആ പരിച വാങ്ങി. 480 മിത്കാൽ വെള്ളിക്കായിരുന്നു വാങ്ങിയത്. അതിൽ 400 മിത്കാൽ റസൂലുള്ളാഹിന്റെ മകൾക്ക്, ശ്രദ്ധിക്കണമേ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ സ്ത്രീകരണ നേതാവിന്റെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആരുടെ വിവാഹത്തെ കുറിച്ചാണെന്നറിയുമോ? സയ്യിദ് ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാവിന്റെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലക്ഷക്കണക്കിന് വാങ്ങിക്കൂട്ടിയിട്ട് കൊടുക്കാത്ത ഭാര്യ വീട്ടുകാരെയും ഭാര്യയും പീഡിപ്പിക്കുന്ന ക്രൂരന്മാരുടെ നേതാവിനെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചാ പറയുന്നതെന്നറിയാമോ? സയ്യിദുന അലി, നേർവഴിക്ക് ചിന്തിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരുടെ നേതാവ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഖൈബറിന്റെ ദിവസം യുദ്ധം കൊടുമ്പിരി കൊണ്ടു. യുദ്ധം ഒരിക്കലും വിജയിക്കുന്നേ ഇല്ല, പരാജയത്തിലാണ്. അവസാനം മുത്തനബി പറഞ്ഞല്ലോ സഹാബാക്കളോട്, സഹാബ, നാളെ പ്രഭാതം പുലർന്നാൽ ഞാൻ ഈ പതാക ഒരാളുടെ കയ്യിൽ കൊടുക്കും, അയാൾ മുഖേന ഖൈബർ അല്ലാഹു വിജയിപ്പിച്ചു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പതാക റസൂലുള്ളാഹി കൊടുത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനോട് പരിച വിൽപ്പിച്ചിട്ട് 400 മിത്കാൽ വെള്ളി ഫാത്തിമാക്ക് മഹറായി കൊടുക്കാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹ. പിന്നെ ഉള്ളത് 80 വെള്ളിയാണ്, 80 മിത്കാൽ വെള്ളിയാണ്. ശ്രദ്ധിക്കണം, ഈ 80 മിത്കാൽ വെള്ളി റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങ് വാങ്ങി. ഭാര്യയ്ക്ക് ചെലവ് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, ഭാര്യയിൽ നിന്ന് ഇങ്ങോട്ട് പിഴുതു വാങ്ങുകയല്ല ചെയ്യേണ്ടത്. അലിയുടെ കയ്യിൽ നിന്ന് 80 വാങ്ങിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബിലാലെ, ഫാത്തിമാക്ക് ആവശ്യമായ റളിയല്ലാഹു അൻഹുമാ വസ്ത്രം വാങ്ങിയിട്ട് വരൂ ബിലാലെ, അത്തർ വാങ്ങിയിട്ട് വരൂ ബിലാലെ. എത്ര ലളിതമാണ് വിവാഹം. ഇവിടെ ആരും ബോധം കെട്ട് വീഴേണ്ടതില്ല, നാളത്തെ അവസ്ഥ ആലോചിച്ച് ബേജാറാകേണ്ടതില്ല, കരയേണ്ടതില്ല. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണുനീരായി മാറുന്ന ഒന്നാണ് സ്ത്രീധനം. സ്ത്രീധനത്തിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന യുവതയുടെ ധർമ്മമാണ്. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ധർമ്മമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, സ്ത്രീധനം ചോദിക്കുന്നതിനെ കുറിച്ച്, സമ്പത്ത് ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് വേറെ ചില ആളുകളുണ്ട്. അതും കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
വിശാലമായി പരത്തി പറയാൻ മാത്രമുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലതാനും. വേറെ ചില ആളുകളുണ്ട്, പണം ചോദിക്കൽ മാത്രമാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അവരെന്താ പറയാ? അവർ സാധാരണ പറയും, എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ നല്ലൊരു ഉഗ്രൻ പ്രഭാഷണം നടത്തണം. അവിടെയുള്ള കാദിമാരോട് പറയും, ആര് വീട്ടുകാർ പറയും, അല്ലെ വാപ്പ പറയും, നല്ലൊരു ഉഗ്രൻ പ്രഭാഷണം നടത്തണം. എന്താ പറയാ? പൈസ ഞാൻ വാങ്ങുന്നില്ല. ഇവൻ വാങ്ങുന്നതോ പണത്തിനേക്കാളും ബുദ്ധിമുട്ട് വരുന്ന സ്വർണമാണ്. പെണ്ണിനെയാണോ വേണ്ടത്, സ്വർണമാണോ വേണ്ടത്? പെണ്ണ് ചില ആളുകൾക്കിടയിൽ മുഖം മിനിക്കുന്നവരുണ്ട്, ഞെളിഞ്ഞു നിവരുന്നവരുണ്ട്. ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണ്. സ്ത്രീധനത്തിന് ഒരു വാങ്ങല് 80 പവനാണ്, മറ്റോ വാങ്ങുന്നതോ 18 പവനും 1 ലക്ഷം റുപ്യ. അതിനേക്കാളും പ്രയാസം കുറവ് ഇതാ, അതിനേക്കാളും പ്രയാസം കുറവിതല്ലേ? സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സമ്പത്ത് ആഗ്രഹിക്കുന്നത് വിവാഹത്തിന്റെ നല്ല ലക്ഷ്യത്തിനെതിരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസ്സാലി, ഈ സമുദായത്തിന്റെ ക്രാന്തദർശിയായ ഹുജ്ജത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലക്ഷ്യമെന്ന് പുകഴ്കൊണ്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ബാബുൻ നിക്കാഹ് പറയുന്നു, വകമാ തുക്റഹുൽ മുഗാലാതു ഫിൽ മഹരി മിൻ ജിഹത്തിൽ മർഅ, സ്ത്രീ മഹർ വർദ്ധിപ്പിച്ചു ചോദിക്കുന്നത് കറാഹത്തായതുപോലെ തന്നെ യുക്റഹു സുആലു അൻ മാലിഹാ, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ സ്വത്ത് എത്രയുണ്ട് എന്ന് ചോദിക്കുന്നത് കറാഹത്താണ്. ചോദിക്കുന്നത് പോലും കറാഹത്താണ്. പുരുഷൻ അത് ചോദിക്കുന്നത് കറാഹത്താണ്. ഏത്? സ്വത്ത് എത്രയുണ്ട് പെണ്ണിന് എന്ന് ചോദിക്കൽ കറാഹത്താണ്. പെണ്ണിന്റെ വാപ്പാക്കുണ്ട് എന്ന് പോലുമല്ല, പെണ്ണിനെത്രയുണ്ട് എന്ന് ചോദിക്കൽ കറാഹത്താണ്. വലാ യംബഗി, അനിവാര്യമാവുകയില്ല, മോശമാണ്. അയ്യൻകിഹ തമഅൻ ഫിൽ മാലി, സമ്പത്ത് ആഗ്രഹിച്ചിട്ട് വിവാഹം കഴിക്കൽ. എന്നിട്ട് മഹാനവർകൾ രേഖപ്പെടുത്തുന്നു, ഖാല തൗരി, ഇമാം തൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇദാ തസവ്വജ, ഒരാൾ വിവാഹം ചെയ്തു, വഖാല, അയാൾ ചോദിച്ചു, അയ്യു ശൈഇൻ ലിൽ മർഅ, പെണ്ണിന് എന്താ നിങ്ങൾ കൊടുക്കാന്ന് ചോദിച്ചു. ഒരാൾ വിവാഹം ചെയ്തു, പെണ്ണിന് എന്താണ് കൊടുക്കുക എന്നൊരാൾ ചോദിച്ചാൽ, ഫഅലം അന്നഹു ലിസ്സുൻ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അയാൾ കള്ളനാണ്. നിങ്ങളുടെ കുട്ടിയല്ല അയാൾ ആഗ്രഹിക്കുന്നത്, സ്വർണമാണ്. പെണ്ണിനെന്താ കൊടുക്കാന്ന് ചോദിച്ചാൽ, അപ്പൊ എനിക്കെന്താ കിട്ടാന്ന് ചോദിച്ചാലോ, എനിക്കെന്താണെന്ന് കിട്ടാന്ന് ചോദിച്ചാലോ, നിർബന്ധിപ്പിച്ച് കരൾ പിടിഞ്ഞു വാങ്ങുന്നവരുണ്ട്. 9 വർഷമായല്ലോ ഞാൻ മട്ടന്നൂരിൽ വന്നിട്ട്, 9 വർഷം പൂർത്തിയാവുകയാണ്, 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്റെ ഓർമ്മയിൽ 9 വർഷത്തിനിടക്ക് ഏതെങ്കിലും വളരെ വിരലിൽ എണ്ണാവുന്ന വെള്ളിയാഴ്ചകൾ മാത്രമാണ് മകളെ കല്യാണം കഴിക്കാറുണ്ട്. 5 പെൺമക്കളായ എനിക്ക് ആദ്യത്തെ മകൾ ആരോടും പറയരുതെന്ന് കരുതി അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഉള്ള കിടപ്പാടം ഞാൻ ബാങ്കിൽ വെച്ചു. ലോൺ എടുത്ത് കല്യാണം കഴിച്ചു, വീട്ടാൻ കഴിഞ്ഞില്ല, ജപ്തി വന്നു, സ്ഥലവും വീടും ബാങ്ക് പിടിച്ചെടുത്തു. ആകെ ഉള്ള 10 സെന്റും വീടും. നിങ്ങളിപ്പോ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. നാട്ടിൽ നിന്ന് എനിക്ക് യാചിക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ കണ്ണൂരിലേക്ക് വന്നത് എന്ന് പറയുന്ന എത്ര രക്ഷിതാക്കൾ. ഈ സ്ത്രീധനമെന്ന മഹാധൂർത്തമുണ്ട് സമൂഹത്തിലുണ്ടായ ഒരു നാശം എന്താണെന്നറിയുമോ? ഒരു നാശം എത്രയോ അഭിമാനികളായ മനുഷ്യരെ ഗത്യന്തരമില്ലാതെ യാചകരാക്കി മാറ്റി, യാചകരായ തെണ്ടുന്ന ആളുകളാക്കി മാറ്റിയില്ലേ? അങ്ങനെ കാണുന്ന 1.5 ലക്ഷത്തേക്കാൾ നല്ലത്, ചെറുപ്പക്കാരാ, നിനക്ക് പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് മുണ്ട് വിരിക്കലാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ഭാര്യ പിതാവിന്റെ കരൾ മാന്തിപ്പറിച്ചെടുക്കുന്ന ലക്ഷ്യത്തേക്കാൾ നിനക്ക് നല്ലത് നീ സ്വയം ഒരു തുണി വാങ്ങിച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എനിക്കൊരു 5 ലക്ഷം ഉറുപ്പിക വേണമെന്ന് പറഞ്ഞ് മുണ്ട് വിരിക്കലാതിനേക്കാളും നല്ലത്. ഈ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ കൂട്ടുനിൽക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വികലമായി ചിത്രീകരിക്കപ്പെടാൻ കാരണമാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ,